അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനയെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിനെ കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ
ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസ്സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയാണ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആശയതലമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെടുത്തോളൂ ഈ അപ്പോസ്തലൻ പറയണതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ക്രിസ്റ്റോളജിയുടെ ചില പരിമിതികളെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ലേറ്റർ എൻട്രിയാണ്, ഇടയ്ക്ക് വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പഴയ നിയമമാണ് ഇങ്ങേര് അവലംബിക്കണമെന്ന് മനസ്സിലാവും. പഴയ നിയമമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതെല്ലാം മോസസിൻ്റെയും അബ്രാഹത്തിൻ്റെയും ദൈവത്തെയാണ് ഈ പലപ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ മോസസിൻ്റെയും എബ്രാഹത്തിൻ്റെയും ദൈവം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ദൈവം വരുന്നുണ്ട്. അത് പുള്ളിക്ക് അത്ര കണ്ട് പിടിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോർക്കും അച്ഛൻ ഇങ്ങനെ പറയണത്, യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. പൗലോസ് എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് എബ്രാഹത്തിന് കൊടുത്ത വെളിപാടിൻ്റെയും മോസസിന് കൊടുത്ത വെളിപാടിൻ്റെയും പിന്തുടർച്ചയാണ് ആ പറയണത്. പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ പറയണത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു അല്ലേ? പക്ഷേ പ്രയോഗത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നില്ല. അപ്പോൾ നിങ്ങളോർക്കും അച്ഛൻ പറയുന്ന പാഷാണ്ഡതയല്ല. ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസിയുടെ PhDയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബിരുദാനന്തര ബിരുദമില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണത്? ദൈവം അവിശ്വസ്തനായിരുന്നാലും നമ്മൾ വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണത്, ഞങ്ങൾ ദൈവം അവിശ്വസ്തനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണപ്പെടാവുന്നതാണ്. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടാലും നിങ്ങൾ വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:7. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരീക്ഷ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അപ്പോൾ അത് കാണപ്പെടുക എന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും, അതായത് ഒരു പ്രതീതി നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു പ്രതീതി നമുക്കുണ്ടായാലും നമ്മളെന്ത് ചെയ്യണം? അതിലൊരു നമ്മൾ യുദ്ധം തോക്കരുത്. മനസ്സിലായ? ഇപ്പം അശുദ്ധ മഹാധ എന്ന് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിലില്ലേ, കുഞ്ചര എന്ന് പതുക്കെ പറയത്തുള്ളൂ. ആ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പാളയത്തിൽ പടയായി നിർവീര്യമായി ആൾക്കാർ അണികളിൽ അന്തശുദ്ധരായി അങ്ങനെ പോകരുത്. അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെടാൻ. പിശാച് ചിലപ്പോൾ അങ്ങനെ കാണിക്കും നമ്മളാണ്. അല്ല, ദൈവം തന്നെ അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിജയിച്ചവരായി നിങ്ങൾ വിജയിക്കണം. ഇപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് മൈ പോയിൻറ്റ്. അതായത് ദൈവം ഇപ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ ആത്മവിശ്വാസം എന്തായിരുന്നു? പിതാവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്, ഞാൻ ഏകനെല്ലാം തന്നെയാണ്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. യേശുവിന്റെ കോൺഷ്യസ് കണ്ട, എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് യേശുവിന്റെ ആന്തരിക ബോധ്യം. അപ്പം നിങ്ങളൊക്കെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുരിശിന് വില ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗോഡ് ഉണ്ടാവും. പിതാവുണ്ട്, പക്ഷെ നമുക്ക് അനുഭവവേദ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലേ ശിഖ എന്നും പറഞ്ഞൊരു
മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ നിരീശ്വരവാദിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗ്ഗമില്ല. അപ്പോൾ എനിക്കൊരു പ്രയോജനമില്ലാത്ത ദൈവത്തെ ഞാനെന്തിനാണ് വിശ്വസിക്കണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത്, അവളുടെ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയാത്ത ഒരു രഹസ്യ രോഗം, അവളുടെ രോഗം അമ്മ ഉടമ്പടിയിൽ എഴുതി വെച്ച്. അവളോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ കളിയാക്കും. പക്ഷേ അമ്മ വന്നപ്പോൾ അവളോട് പറഞ്ഞു, എഴുതി നിൻ്റെ ഈ അസുഖം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ രോഗമുള്ള രോഗം അപ്പം സ്റ്റോപ്പായി. അതോടുകൂടി അവൾ വന്ന് ഉടമ്പടി എടുത്ത്. അതാണ് പെട്ടെന്നാണ്. പക്ഷേ ആ നിലപാട് ആരോഗ്യകരമല്ല. കാര്യം എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ലല്ലോ അത്. ദൈവം വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വിലയുള്ളതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വില ഇങ്ങനെ കൂടും ചില സമയത്ത്. എപ്പോഴാണ് കൂടുമെന്നറിയാമോ? ചില സമയത്ത് ദൈവം അവിശ്വസ്തനായിട്ട് കാണപ്പെടും. നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പോലെ ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ കാണപ്പെടും. ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും നിന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭയങ്കര വില. അപ്പം നമ്മുടെ വിശ്വാസം തീ പിടിച്ച വിലയുള്ളതാക്കാനും മൂല്യവത്താക്കാൻ വേണ്ടിയാണ് ഈ ആബ്സൻസ് ഓഫ് ഗോഡ് വരണത്. എപ്പോഴും ഓർത്തേക്കാം. അതുകൊണ്ടാണ് ആ വചനം തിരിച്ചിട്ട് വായിക്കേണ്ടതാണ്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും എന്ന് പറയണ പോലെ തന്നെയാണ് അവിശ്വസ്തനായി ചില സമയത്ത് കാണപ്പെടാം. അത് നമ്മളാൾക്ക് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ്, അങ്ങനെ അനുഭവപ്പെട്ടാലും പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കണില്ലേ? അപ്പോൾ ഈശോയ്ക്ക് അതുപോലെ ആബ്സൻസ് ഫീൽ ചെയ്ത്, എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഐ കമൺ മൈ സ്പിരിറ്റ്. അപ്പോൾ ദൈവം അവിശ്വസ്തനായി കാണപ്പെടും. നമ്മുടെ ഒരു പരിമിതി കാരണം, ഈശോയുടെ തീവ്രമായ വേദന കാരണമാണ് ഈശോയ്ക്ക് ദൈവത്തെ ഫീൽ ചെയ്യാഞ്ഞത്. അപ്പോഴും അവിശ്വസ്തനായി കാണപ്പെട്ട് തോന്നി. അപ്പോൾ ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ വിശ്വാസത്തെ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനത്തെ വാക്കായി ഈശോ. അപ്പം നമ്മുടെ വിശ്വാസം മൂല്യവത്താകാൻ വേണ്ടി ഇങ്ങനെ ചില ഡാർക്ക് ഹോളിലൂടെ ചില സമയത്ത് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ട്, ജാഗ്രത ഉണ്ടായാൽ മതി. എൻ്റെ പേര് സൗമ്യ പ്രിൻസ്. തൃശ്ശൂർ ജില്ലയിലെ ഏനാമാവ് ഇടവകാംഗമാണ്. എൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 4ാമത്തെ കുഞ്ഞിൻ്റെ 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ, 22 ആഴ്ചയിലത്തെ സ്കാനിങ്ങിൽ ഉണ്ണിക്ക് ഡയഫ്രമാറ്റിക് ഹെർണിയാണ്. അതായത് നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയിൽ ഒരു ഹോള് ഇടത്തെ സൈഡിൽ. അപ്പോൾ വയറ്റിലത്തെ എല്ലാ അവയവങ്ങളും നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണി ഒരാഴ്ചയിൽ കൂടുതൽ ജീവനോടെ ഉണ്ടാവില്ല. ഇതിന് അബോർഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം എൻ്റെ 3 ഡെലിവറിയും രാജി നഴ്സിംഗ് ഹോമിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു 3 കുഞ്ഞുങ്ങളില്ലേ, അപ്പം 4ാമത്തെ ഇപ്പോൾ ഇല്ലെങ്കിലും ഇതിൽ പേടിക്കാനില്ല, കാരണം ഏത് കുഞ്ഞുങ്ങളൊക്കെയാണ് എന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു വചനം വന്നു, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോളുടെ കാലിങ്ങനെയാണ്, അപ്പോൾ ഒരു 4ാമത്തെ ഒരു വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിൻ്റെ ദാനവും സമ്മാനമായ ഈ കുഞ്ഞിനെ 22 ആഴ്ച എൻ്റെ വയറ്റിലിട്ടിട്ട് ഈ വയ്യാത്ത കാല് വെച്ച് ഞാൻ നടന്നു. പകുതി എത്തിയപ്പോൾ നീ ഇതിനെ വേണ്ടാന്ന് എന്നോട് പറയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിത പങ്കാളിയും പറഞ്ഞു, മാതാപിതാക്കളും പറഞ്ഞു മോളെ പറ്റില്ലെങ്കിൽ നമുക്കതിനെ കളയാം എന്നുള്ള രീതിയിൽ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനായിട്ട് കളയില്ല. അങ്ങനെ ഒരു ദുഃഖശനിയാഴ്ചയായിരുന്നു അത്. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് വരണ തിങ്കളാഴ്ച ഉണ്ണീനെ കളയാമെന്നുള്ള ഇതിൽ അവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സമ്മതിക്കാതെ കുഴിക്കാട്ടുശ്ശേരിയിലെ ഫിൻഡോ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു ഈ ഉണ്ണീനെ മുന്നോട്ട് കൊണ്ടുപോകാം, കുഴപ്പങ്ങളൊന്നുമില്ല, ഉണ്ണിക്ക് ഈ പ്രശ്നമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതിനെ കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്ന് മുതലേ അപ്പോൾ എനിക്ക് കൃപാസന മാതാവിൻ്റെ കാര്യം 2019 എൻ്റെ അപ്പച്ചൻ ഉടമ്പടി എടുത്തിട്ട് അറിയാം. പക്ഷെ അന്ന് ഉടമ്പടിത്തായാലും ഓരോ വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും ഈ തിരി കത്തിച്ചുള്ള പ്രാർത്ഥന കാണുമ്പോഴും ഒരു തമാശ പോലെയാണ് തോന്നിയത്. രാവിലെ
നീലത്തിരി, വൈകുന്നേരം പച്ചത്തിരി. അപ്പം ഞാൻ ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഉറക്കമില്ലാതായി, പേരൻസോ ആരും സപ്പോർട്ടില്ലാത്ത ഒരവസ്ഥ. എനിക്കാണെങ്കിൽ കുട്ടീനെ കളയാനും താല്പര്യമില്ല. ഞാനപ്പോൾ ദിവ്യയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അവൾക്ക് 4 വട്ടം മിസ്കാരിങ് വന്നതാണ്. അവൾ ആ സങ്കടം പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിത് അവളോട് ഷെയർ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഇതിൽ എന്തിനാ ഓൺലൈൻ ഉടമ്പടി എന്നൊക്കെ തോന്നി. പക്ഷെ ഉറക്കമില്ലാതെ കടന്നുപോയ രാത്രികളിൽ എങ്ങനെയൊക്കെയാണെന്നറിയില്ല ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ദിവ്യ അയച്ചു തന്നു. നല്ല ഒരു ആത്മീയ സപ്പോർട്ട് ദിവ്യയിലൂടെ ശരിക്കും കൃപാസന മാതാവിനെ കൂടുതൽ പരിചയപ്പെടുത്തുകയായിരുന്നു. ഒരു ആത്മീയ സപ്പോർട്ട് ദിവ്യ പറയുന്ന ഓരോ കാര്യങ്ങളും ദിവ്യയുടെ സപ്പോർട്ടും കണ്ടപ്പോൾ ഒരു കൃപാസന മാതാവിൻ്റെ മുഖച്ഛായ അവളുടെ ഓരോ വാക്കുകളിൽ സംരക്ഷണം എനിക്ക് കാണാനായിട്ട് തുടങ്ങി. കാരണം എൻ്റെ ഒരു വ്യക്തികളും ഇതിന് സപ്പോർട്ടായിട്ട് നിന്നിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഏപ്രിൽ 20-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നെ ദിവ്യ ഒരേ വട്ടം ഉടമ്പടി ധ്യാനങ്ങൾ അയച്ചു തരുമ്പോഴും എനിക്ക് കൃപാസ്ഥല ഇവിടെ എത്തണം, എനിക്ക് ഉടമ്പടി എടുക്കണം എൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കാലിന് വൈകല്യമുണ്ട്. അപ്പോൾ എന്നാലും ഉടമ്പടി എടുക്കണം, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് എന്തായാലും കൈവിടില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കാലിന് വയ്യാത്ത ഒരു അവസ്ഥയാണ്. സുഖമുള്ളവർ വരി നിന്ന് ഉടമ്പടി എടുക്കണ പോലെയൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ മാതാവേ നീ എന്നെ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മെയ് മാസം 23-ാം തീയതി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിന് മുന്നേ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് അച്ഛനെ കാണാനായിട്ട് പറ്റും, എല്ലാ ഇതും എടുക്കണം, നേരത്തെ വന്ന് ഉടമ്പടി എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 3 കുഞ്ഞുങ്ങളും ഉള്ളത് കൊണ്ട് നേരത്തെ വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ചേച്ചീനെ അന്ന് വിളിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒരു വചനം എനിക്ക് തന്നു, കർത്താവ് വന്ദിക്ക് വസതി നൽകുന്നു, മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ ദിവ്യയുടെ അമ്മ ഈ ഉണ്ണിക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാതിരുന്ന സമയത്ത് ഈ വചനം തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തിനാ ഈ വചനം എനിക്ക്, കാരണം എനിക്ക് 3 പിള്ളേരുണ്ട്, ഈ വചനം എന്തുകൊണ്ടാണ് എന്നോട് പറയണേന്ന്. പിന്നെയാണ് ഈ ഉണ്ണിക്ക് കോംപ്ലിക്കേഷൻ വന്ന് ഒത്തിരി കസിൻസുള്ള ഒരാളാണ് ഞാൻ, ഒരാൾ പോലും സപ്പോർട്ടില്ലാതിരുന്നപ്പോഴാണ് ഈ വചനത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. അങ്ങനെ മുന്നോട്ട് പോയി. ആഗസ്റ്റ് 6-ാം തീയതി ഡെലിവറിയിലൂടെ ഉണ്ണീനെ പുറത്തെടുത്തു. അപ്പോൾ ഉണ്ണിക്കുള്ള കൊട്ട ഒതുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ 3 കുഞ്ഞുങ്ങൾക്കുള്ള കൊട്ട ഒതുക്കുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒതുക്കാൻ വരും. ഈ കുഞ്ഞിന് കൊട്ട ഒതുക്കുമ്പോൾ ആരും ഒന്നിനും വന്നില്ല. എന്നിട്ട് ഇവിടുന്ന് മെയ് മാസം 23-ാം തീയതി ഇങ്ങോട്ട് വന്നപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നു. 7-ാം മാസമാണ്, നല്ല വയറുണ്ട്, കാലിന് നീരുണ്ട്. അപ്പോൾ ഈ തിരക്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പഴുതില്ലാത്ത അവസ്ഥയിൽ ഈ കുഞ്ഞുമക്കളെയൊക്കെ പുറത്ത് നിർത്തി എൻ്റെ ജീവിത പങ്കാളി മാതാവിനെ യൗസേപിതാവിനെ കൂട്ടുകൊടുത്തതുപോലെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൃപമോൾക്ക് വേണ്ടി ഈ വയ്യാത്ത എന്നെയും പിടിച്ച് 4 നില കയറി. പക്ഷെ അവിടെ അധികം നേരം ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല, അസ്വസ്ഥതകൾ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉടമ്പടി തൈലം കിട്ടൂല, ബാക്കിയുള്ള നേർച്ച വസ്തുക്കൾ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊണ്ടുപോയി. അതുപോലെ മാതാവിൻ്റെ ഒരു രൂപം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി, കൊന്ത അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇത് ഈ വാങ്ങിയ രൂപത്തിൻ്റെ ഒരു കുഞ്ഞ് രൂപം പിന്നെ എൻ്റെ കയ്യിൽ കിടക്കണ ഈ കാശ് രൂപം കൂടിയിട്ട് ഉണ്ണീരെ കൊട്ടയിൽ വെച്ചു. ദിവ്യ തന്ന ഉടമ്പടി തൈലം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുരിശ് വരച്ചു, ഒരു തുണ്ട് ഉപ്പിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ വയറ്റിൽ കൈ വെച്ചിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി വാവേരെ അമ്മ കാലിന് വയ്യാത്ത അമ്മയാണ്, എൻ്റെ വാവേനെ എവിടേക്ക് കൊണ്ടുപോകണ്ടെങ്കിലും കൃപാസന മാതാവ് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു എനിക്ക് സിസേറിയനാണ്, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല, അപ്പോൾ ചേട്ടൻ ഇതും വാവേരെ കൂടെ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വാവേനെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ വാവയ്ക്ക് 65 ഉണ്ടായിരുന്ന ഓക്സിജൻ ലെവല് അപ്പോളോ അഡലക്സ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 95 ഉയർന്നു. അവിടെ ചെന്നിട്ടും കൃപാസന മാതാവിൻ്റെ ഈ രൂപം വെക്കാനായിട്ട് അവർ സമ്മതിച്ചു. അപ്പോൾ വാവേരെ അടുത്ത് വേറെ ആർക്കും നിൽക്കാനായിട്ട് പറ്റില്ല, ഈ രൂപം മാത്രമാണ് വാവയ്ക്ക് കൂട്ടുണ്ടായിരുന്നത്. അങ്ങനെ 9-ാം തീയതി വാവേരെ ഓപ്പറേഷൻ കഴിഞ്ഞു. ലെൻസിൽ കയറിയിരുന്ന എല്ലാ സംഭവങ്ങളും വയറ്റിലേക്ക് ഇറക്കി വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് 28 ദിവസം വാവ കൃപാസന മാതാവിൻ്റെ ഒപ്പമായിരുന്നു. അങ്ങനെ
ഓരോ ദിവസവും ഞങ്ങൾ കാണാൻ പോകുമ്പോൾ എന്നും ആഴ്ചയിൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോകും. പിന്നെ ജീവിത പങ്കാളി പോകുമ്പോൾ ഉടമ്പടി തൈലോ വാവേരെ കാലുമ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസന മാതാവിനോട് ഉണ്ണിക്ക് ഇങ്ങനെയായിപ്പോൾ ഞാൻ പറഞ്ഞു, 28ാമത്തെ ദിവസമെങ്കിലും അമ്മേ എനിക്ക് എൻ്റെ ഉണ്ണീനെ തരണം. കാരണം എല്ലാ അമ്മമാരുടെ പോലെ ഓടിച്ചെന്ന് എൻ്റെ ഉണ്ണീനെ പോയി കാണാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അമ്മ എനിക്ക് 28ാമത്തെ ദിവസം എങ്കിലും എൻ്റെ ഉണ്ണീനെ എൻ്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ 22-ാം തീയതി ഓഗസ്റ്റ് 22-ാം തീയതി ഡോക്ടർ പറഞ്ഞു ഉണ്ണീനെ കാണാൻ അമ്മ വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ എന്നോട് പറയാണ്, ഉണ്ണിക്ക് ഹാർട്ടിൽ നിന്ന് എയർ ലീക്കേജ് ഉണ്ട്. ഉണ്ണീരെ ഹാർട്ട് ഇടത്തെ സൈഡിലിരിക്കേണ്ട ഹാർട്ട് വലത്തെ സൈഡിലേക്ക് നീങ്ങി. അപ്പോൾ ഇടത്തെ സൈഡിലിരിക്കേണ്ട ഹാർട്ട് അവിടേക്ക് എല്ലാ അവയവങ്ങളും കെയർ ചെയ്തുകൊണ്ട് തന്നെ വലത്തെ സൈഡിലേക്ക് നീങ്ങി. അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് എയർ ലീക്കേജ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ട്യൂബ് ഇട്ടു. അപ്പോഴും ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഉണ്ണിക്ക് പാല് പിഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ കൊണ്ടുപോകാറ്. വേറെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ എല്ലാ ബന്ധുക്കളും പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടി എടുത്തിട്ടില്ല, നീ അച്ഛനെ കണ്ടിട്ടില്ല, അത് കാരണം നീ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണതിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അച്ഛനിവിടെ കുറേ ഇങ്ങനെ പ്രസംഗങ്ങളിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്നെയല്ല കാണണ്ടേ മാതാവിനെയാണെന്ന്. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ 23-ാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചിട്ടാണ് രക്തസ്രാവക്കാരി സുഖപ്പെട്ടത്. നിൻ്റെ ഈ വരവും കണ്ണുനീരൊക്കെ മാതാവ് കണ്ടു കാണും. നീ ആരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ കൂടെ മാതാവ് ഉണ്ടാവുന്നു. അങ്ങനെ പറഞ്ഞ് ആശ്വസിച്ച് പോയിട്ടാണ് പിന്നെ 22-ാം തീയതി 22-ാം തീയതി ഡോക്ടർ പറയണേ ഉണ്ണിക്ക് എയർ ലീക്കേജ് കൂടുതലാണ്, 29-ാം തീയതി വേറൊരു ഓപ്പറേഷനും കൂടി വേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഇട്ട ഡേറ്റൊക്കെ എവിടെ പോയി, നീ എന്താ പറയണേ, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണില്ല. ഞാൻ ദിവ്യയോട് പറഞ്ഞു, ദിവ്യ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണില്ല, എന്താ ചെയ്യേണ്ടത്, നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്, എനിക്ക് ചൊല്ലാനായിട്ട് പറ്റണില്ല. പക്ഷെ നീ ഓരോ ദിവസവും 33 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഉണ്ണിക്ക് വേണ്ടി ചെല്ലണം. കാരണം അവളാണ് പിന്നീട് വന്നിട്ട് ഉണ്ണിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അങ്ങനെ അവൾ ഒരു ദിവസം ചൊല്ലി കഴിയുമ്പോൾ അവൾ എന്നോട് പറയും, ചേച്ചി ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് ചോദിക്കുകയെന്ന് പറയും. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ 75% ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി പ്രതീക്ഷയായി. വീണ്ടും ഞാൻ ദിവ്യയോട് പറഞ്ഞു, ദിവ്യ ഒരു ദിവസം കൂടി ചെല്ലേന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് മക്കളില്ലാത്ത അവസ്ഥയിൽ വിഷമങ്ങളുണ്ട്, എന്നാലും അവൾ ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ട് വീണ്ടും 2ാമത്തെ ദിവസം ചെല്ലി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 90% ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ 29-ാം തീയതി 2ാമത്തെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഉണ്ണിക്ക് എയർ ലീക്കേജ് കുറവുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ 3ാമത്തെ ദിവസം ചെല്ലിക്കഴിഞ്ഞ് രാവിലെ എന്നെ ചേച്ചി വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഗൾഫിലാണ്, ഇവളെന്നെ വിളിക്കുകയാണ്, വേറെ ആരും എന്നെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കാനില്ല. അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ണീരെ വയറ്റിൽ 2 ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ എയർ ലീക്കേജ് കൂടിയത് കൊണ്ട്, അത് രണ്ടും ആരോ ഊരിയിട്ടതുപോലെ ഉണ്ണീരെ അടുത്ത് കിടക്കാണ്. ഉണ്ണീരെ അടുത്ത് അവർക്ക് കൃപാസന മാതാവിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് പ്രാർത്ഥിച്ചേ, നിങ്ങളെവിടെയാണ് ഉടമ്പടി എടുത്തേ, ഈ കൊച്ചിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ ഇരിക്കുന്ന മാതാവിന് കാണാനുണ്ടെന്ന്. അങ്ങനെ സെപ്റ്റംബർ 4-ാം തീയതി എൻ്റെ ഉണ്ണീനെ 28 ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് എൻ്റെ ഉണ്ണീനെ എനിക്ക് കിട്ടി. പിന്നെ അങ്ങോട്ട് അവൾ നല്ല ആക്റ്റീവാണ്. എല്ലാവരും കളയാൻ പറഞ്ഞവരൊക്കെ ഇപ്പം എൻ്റെ ഉണ്ണീനെ നോക്കുമ്പോൾ പറയും ശരിക്കൊരു മാതാവിൻ്റെ മുഖച്ചായാന്ന്. അപ്പം ഞാൻ പറയും ഞാൻ നോക്കിയ ഉണ്ണിയല്ല, ഈ മാതാവിൻ്റെ മോളാണെന്ന്. എല്ലാവരെക്കാളും ആക്റ്റീവായിട്ട് അവളിപ്പോൾ നിൽക്കണേ. അവളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു സർജറി കഴിഞ്ഞ കുട്ടിയാണെന്ന് തോന്നില്ല. എല്ലാവരും അവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയും നീ മാതാവനിയാന്ന്. ഒരു ഡോക്ടർ എന്നെ ചോദിച്ചു, ഇത് അപ്പോളേറെ കൃപക്കുട്ടി നിങ്ങളുടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ സാക്ഷ്യം പറയണ ദിവസം ഞാനും കയറി വരുന്നുണ്ട്. നിങ്ങൾ ഈ വയ്യാത്ത കാലം വെച്ച് നിങ്ങൾ ഈ മാതാവിനെ വിളിച്ചപ്പോൾ ഈ മാതാവ് ഇത്ര അത്ഭുതം ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ ആ മാതാവിൻ്റെ മോളെ ഞാൻ. എന്നിട്ട് ഞങ്ങളോട് ഡോക്ടർ ചോദിച്ചു ഇവൾക്ക് എന്തുട്ടാ പേരിടറേന്ന്. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു കൃപാസന മാതാവ് ഞങ്ങൾക്ക് തന്ന മോളാണ്. അപ്പം ഞങ്ങൾ കൃപാ മരീസ എന്ന് പേരിട്ടു. കൃപാസന മാതാവിൻ്റെ ഒരു ജീവിക്കുന്ന അടയാളമായിട്ട് ഇന്ന് എൻ്റെ മോൾ ഇവിടെ നിൽക്കണേ.
കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വലിയൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ സാക്ഷ്യത്തിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. വ്യക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചതും ഒരുങ്ങിയത്. ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ആരാധനയ്ക്ക് പറയും, ഉടമ്പടിയിൽ നിങ്ങളെടുക്കുന്ന ഒരു സഹനങ്ങളും പ്രാർത്ഥനയ്ക്കും ദൈവമാണ് വില ഇടുന്നത്. സങ്കീർത്തനം 56 പറയും, നിൻ്റെ അലച്ചിലുകളും നിൻ്റെ കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപക്ഷെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരുപാടധികം പേര് ഭക്ഷണം പോലും കഴിക്കാതെ പ്രാർത്ഥിച്ചൊരുങ്ങി, ഒരുപാട് താമസിച്ചൊരുങ്ങിയും ഒരുപാട് കഷ്ടപ്പെട്ടുമൊക്കെയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയിലേക്ക് എടുക്കുന്നത്. അപ്പം ഈ ചേച്ചി സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, അതായത് ഔസേപിതാവ് പരിശുദ്ധ അമ്മയും കൊണ്ടുവന്നു, അതുപോലെ 7 മാസം പ്രായമായിട്ടുള്ള എന്നെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും അന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഉടമ്പടി ഇന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കൃപമോളെയും കൂട്ടിപ്പോയിട്ടെടുത്തു. പിന്നെ 22-ാം തീയതിയിലത്തെ അച്ഛൻ്റെ ആ വാക്ക് ഇപ്പോഴും ഞാൻ മറക്കില്ല. നിങ്ങൾക്കും അറിയാം പരിഹാരമില്ലയെന്ന്, ദൈവത്തിനും അറിയാം പരിഹാരമില്ലയെന്ന്. പക്ഷേ ഉടമ്പടി എടുത്തുകൊണ്ട് ഞങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നു. ഞാൻ ഇന്ന് എൻ്റെ മോളേനെയും കൊണ്ടുപോയിട്ടാണ് ഉടമ്പടി എടുത്തത്. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഇപ്പോഴും അവൾ നല്ല ഉഷാറിലിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മേൻ്റെ അടുത്തേക്കാണ് നീ വന്നിരിക്കണേ, അത് കാരണം അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ കുഞ്ഞിൻ്റെ പേരും കൃപ മരിയ എന്ന പേര് വിട്ട് ഇനി അൾത്താരയിൽ വന്ന് നിൽക്കുമ്പം നല്ല ബോധ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ മാതാവ് വളരെ വ്യക്തിപരമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ് ഇന്ന് കുഞ്ഞുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ വന്ന് വീണ്ടും അന്ന് ക്ലാസ് കൂടി എടുക്കാൻ പറ്റാഞ്ഞ ഉടമ്പടി പുതുക്കി അത് ആ സാക്ഷ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ദൈവം ഇടവരുത്തി. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കൂടെ നിൽക്കുന്ന വ്യക്തി. ഇപ്പോൾ കൂടെ എല്ലാ കാര്യത്തിനും നിന്ന്, അതായത് ഈ കൃപാസനത്തിനെക്കുറിച്ച് പറഞ്ഞ് വ്യക്തമായിട്ട് ഒരു താങ്ങും തണലും പോലെ പ്രാർത്ഥനയിൽ കൂടെ നിന്ന് ഈ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പോലും കൂടെ വന്ന് നിന്ന് ഇതിനോട്. അപ്പോൾ ഒരു ഉടമ്പടി ഒരു ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സാധനം, അതൊരു പരിശുദ്ധ അമ്മയുടെ ഒരു ഉടമ്പടിയുടെ ഒരു മെൻറ്റർ. അതൊരു വ്യക്തിയെ ഉടമ്പടി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ആ ഒരു സാക്ഷ്യം നടന്ന് ഇന്ന് ഈ അൾത്താരയിൽ എത്തുന്നവരെ ഇന്ന് കൂടെ നിൽക്കുവാനായിട്ട് ഒരാൾ ദൈവം കരുതി വെച്ചു എന്നുള്ളത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൽ അവിടെ ഇവിടെയും തെളിഞ്ഞും തെളിയാതെയും പറയുന്നുണ്ട്. കൂടെയുള്ള പല സാഹചര്യത്തിലും ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു കാശുരൂപവും എനിക്കുണ്ടായിരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഉള്ള ശക്തിയും ഈ ഉടമ്പടി ആരാധനയോട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞൊരു കാര്യം, പരിഹാരം എനിക്കും ഇല്ലെന്നറിയാം, പക്ഷേ ഉടമ്പടിയിൽ നിനക്കൊരു പരിഹാരം ലഭിക്കുന്നുള്ള വചനത്തിൻ്റെ ഒരു ദൈവവചനത്തിൻ്റെ ഒരു അഭിഷേകവും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇന്ന് ഈ അൾത്താരയിൽ ഈ കുടുംബം മുഴുവനായിട്ട് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ യാത്രയും ഓരോ പ്രവൃത്തികളും എണ്ണിയെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങൾക്കൊരു അനുഭവം നൽകുമെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം. ഒരുപക്ഷെ ഉടമ്പടിയിൽ ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളിൽ ഏറ്റവും നല്ലൊരു സാക്ഷ്യം അത് വളരെ ലൈവായിട്ട് തന്നെ കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തി. ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ കൃപയ്ക്കും ഒപ്പം ലഭിച്ച ആ കുഞ്ഞിനെയും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.